കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഇരിക്കാൻ സൗകര്യമൊരുക്കണം എന്ന ഉത്തരവ് വന്നിട്ട് അധികകാലം ആയിട്ടില്ല. ആധുനികമായ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ജീവനക്കാരോടുള്ള സമീപനം കണ്ണീരിന്റെ ഉപ്പുരുചി നിറഞ്ഞതായിരുന്നു. കുറച്ചധികകാലം പുറകോട്ട് സഞ്ചരിക്കാം. 1863 ഹെൻറി ഫോർഡ് ജനിക്കുന്നു. 4 സൈക്കിൾ ചക്രങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ക്വാഡ്രി സൈക്കിൾ രൂപകൽപ്പന ചെയ്ത അദ്ദേഹം ഫോർഡ് കമ്പനി എന്ന മഹാവൃക്ഷത്തിന്റെ വിത്തുപാകി. പിന്നീട് കാർ നിർമ്മാണ രംഗത്ത് ഫോർഡ് 1-ാം നമ്പറായി. ആ വിജയത്തിന് പലവിധ രസക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. ഭാവന, പ്രയത്നം, ദീർഘവീക്ഷണം തുടങ്ങി പലതും പതിവ് ചേരുവകൾ തന്നെയായിരുന്നു. പക്ഷേ ആരും അതുവരെ ചെയ്യാതിരുന്ന ഒരു രുചിക്കൂട്ടുകൂടി അദ്ദേഹം കണ്ടെത്തി. ആ ശൈലി പിന്നീട് ഫോർഡിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ആശങ്കകൾ അകന്ന തൊഴിലാളികളിൽ നിന്നു മാത്രമേ മികച്ച ഔട്ട്പുട്ട് ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയ ഫോർഡ് തന്റെ ശ്രദ്ധ തൊഴിലാളികളിൽ കേന്ദ്രീകരിച്ചു. അവരുടെ കുടുംബ പശ്ചാത്തലവും ജീവിത രീതികളും മികവുറ്റതാക്കാൻ കൂടിയ വേതനവും മികച്ച സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നടപ്പിലാക്കി. ടെൻഷൻ ഫ്രീ ആയ തൊഴിലാളികളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ അർപ്പണബോധവും ആശയങ്ങളും ഫോർഡിന് ലഭിച്ചു. ഫോർഡ് കമ്പനിയുടെ വിജയം ഫോർഡിസത്തിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നീട് പല കോർപ്പറേറ്റ് കമ്പനികളും ഈ നയം തന്നെ സ്വീകരിച്ച് വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. സഹജീവിയുടെ ഉയർച്ചയിലൂടെ തന്നെയാണ് തന്റെയും ഉന്നതി എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവനെ ഇല്ലാതാക്കി നേടാം എന്ന ക്രൂരത ഒരു കാലത്തും ഭൂഷണമല്ല. ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് നേടാം, ഒരുമിച്ച് ഉയരാം. ശുഭദിനം.